ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. നവംബർ 24 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. എന്നാലും സുജാത ഇതവിടെ പോയി? കട്ടിലടിയിലുണ്ടോ? സുജാത, സുജാത, സെറ്റാവും. അയ്യോ, ഞാൻ പോയി നോക്കട്ടെ. വേണ്ട വേണ്ട, ഇവിടെ നിൽക്കാം. എടോ, താനെന്താ ഇവിടെ? ചേച്ചി ഉണർന്നായിരുന്നു. അയ്യോ, കേറ് കേറ് കേറ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോയി നോക്കാം. അയ്യോ ചേച്ചി, ദത്തേട്ടന് വയറിനെന്തെങ്കിലും അസുഖമുണ്ടോ? ഇല്ല, എന്താ പറ്റി? പെട്ടെന്ന് ചാടി കയറുന്നുണ്ടോണ്ട് ചോദിച്ചതാ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ വിയർക്കുന്ന? ഈർത്തോ? ഈർത്തില്ല. അപ്പൊ ദത്തേട്ടന് സുജാതയുടെ കാര്യം എന്താവും? ദൈവത്തിന് പോലും രക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഡേ, നമ്മൾ ജനിച്ചിട്ടില്ല മരിച്ചിട്ടില്ല. താമാ എന്താ ദത്തേട്ട ആകെ ഒരു ടെൻഷൻ പോലെ? എന്തെങ്കിലും അസുഖമുണ്ടോ? ഇല്ല അമ്മി, ഒന്നുമില്ല. എവിടെ നോക്കട്ടെ. കണ്ടോ, ഒന്നുമില്ല. ചൂടൊന്നും ഇല്ലല്ലോ. ഒന്നുമില്ല, നീ പോയി കിടന്ന് ഉറങ്ങിക്കോ. ദത്തേട്ടൻ ഇങ്ങോട്ട് ഇറങ്ങിക്കേ, എനിക്ക് വാഷ്റൂമിൽ പോണം. അയ്യോ വേണ്ട. അതെന്താ? അല്ല, എനിക്ക് പോണം. ആ, ഞാൻ പോയിട്ട് ഇപ്പൊ പോയാ മതി. ഇങ്ങോട്ട് മാറ്. ഞാൻ പോണം. എനിക്ക് അത്യാവശ്യമായിട്ട് പോണം. ഇറങ്ങ് ദത്തേട്ടൻ. അയ്യോ, ചേച്ചി അയ്യോ. എന്താ ദത്തേട്ട ഇത്? ആമി, നീ വിചാരിക്കുന്ന പോലൊന്നും അല്ല. ആമി, സുജാത ഒരു ഫയൽ എടുക്കാൻ വേണ്ടി വന്നതാ. അപ്പോ വാഷ്റൂമിൽ പോണെന്ന് പറഞ്ഞു. അങ്ങനെ കയറിയതാ. അത് ആമി, ആമി, ദയവ് ചെയ്ത് ബഹളം ഉണ്ടാക്കി ആൾക്കാരെ അറിയിക്കരുത്. എന്താ കാര്യം ഞാൻ പറയാം. ഒന്നും പറയണ്ട, ഞാൻ ബഹളം ഉണ്ടാക്കി ആരെയും അറിയിക്കില്ല. എനിക്ക് യാതൊരു വിഷമവും ഇല്ല. നീ എന്തൊക്കെയാ ആമി പറയുന്നേ? അങ്ങനൊന്നും അല്ല. ദത്തേട്ട പറഞ്ഞു തന്നെ എനിക്ക് പറയാനുള്ളത്. ദയവ് ചെയ്ത് മറ്റുള്ളവരെ അറിയിച്ച് നാറ്റിക്കരുത്. സുജാത എന്തോ ഒഫീഷ്യൽ ആവശ്യത്തിന് വേണ്ടി വന്നതല്ലേ. ഫയൽ എടുക്കാൻ വന്നു. അപ്പോ ബാത്റൂമിൽ പോവാൻ തോന്നി, പോയി. അതിനിപ്പോ എന്താ? അതെ, സുജാത വാ, ആരും കാണാതെ ഞാൻ പുറത്തെത്തിച്ചേരാം. എന്താ പറഞ്ഞു വിടണ്ടേ? അയ്യോ, അതല്ല, ഇത് നീ വിചാരിക്കുന്ന പോലൊന്നും അല്ല. ഞാനൊന്നും വിചാരിച്ചിട്ടില്ലല്ലോ. ആരെങ്കിലും കാണുന്നതിന് മുന്നേ പോ. സുജാത വാ. അല്ല, വാ. അയ്യോ.